ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ആദ്യ 100 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ സൈന്യത്തിന് ഏകദേശം $3.7 ബില്യൺ അഥവാ 31,000 കോടിയിലധികം രൂപ ചിലവായതായി റിപ്പോർട്ട്. ബജറ്റിൽ വകയിരുത്താത്ത ഈ വൻതുക ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളികളായിരിക്കും ഉയർത്തുക. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം 2000-ലധികം യുദ്ധസാമഗ്രികൾ അമേരിക്ക ഉപയോഗിച്ചു. ഇവ വീണ്ടും ശേഖരിക്കുവാൻ മാത്രം $3.1 ബില്യൺ വേണ്ടിവരും. യുദ്ധം തുടരുകയാണെങ്കിൽ ആയുധങ്ങൾക്കായി മാത്രം പ്രതിദിനം $758.1 ദശലക്ഷം അധികമായി ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ആകെ ചിലവായ $3.7 ബില്യൺ $3.5 ബില്യണും നേരത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താത്തതാണ്. ഇതും പെന്റഗണിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ഈ വൻ ചെലവ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് അമേരിക്കൻ പാർലമെന്റിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമാകും. യുദ്ധത്തിനായി $50 ബില്യൺ പ്രത്യേക ഫണ്ട് പെന്റഗൺ ഉടൻ ആവശ്യപ്പെട്ടേക്കും. ബജറ്റ് ഓഫീസിന്റെ വിവരങ്ങളും പണപ്പെരുപ്പ നിരക്കും അടിസ്ഥാനമാക്കിയാണ് ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെയും ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ യാതൊരുവിധ പ്രകോപനപരമായ നീക്കങ്ങൾക്കും ഇറാൻ മുതിരരുത് എന്ന കർശനമായി മുന്നറിയിപ്പ് നൽകി. ഇതുടൻ അവസാനിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയ ട്രംപ് സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള കുബുദ്ധി കാണിച്ചാൽ ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ ആദ്യ 100 മണിക്കൂറിനുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ചിലവായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കുവാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത്. എങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കത്തെയും അതീവ ജാഗ്രതയോടെയാണ് പെന്റഗൺ നിരീക്ഷിക്കുന്നത്.